അപ്പോൾ നമുക്ക് ഇനി അടുത്തത് 6th പ്രോബ്ലം ഒന്ന് ചെയ്യാം. ഇത് വളരെ ചെറിയൊരു പ്രോബ്ലം ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ 2 ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ, ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ y എന്തുകൊണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വെർട്ടിസിൽ നിന്ന് വേറൊരു വെർട്ടിസിലേക്ക് പോകുന്ന ലൈനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഒരു ഡയഗണൽ ഇങ്ങോട്ടും വരച്ചു, ഒരു ഡയഗണൽ ഇങ്ങോട്ടും വരച്ചു. ഈ 2 ഡയഗണൽസ് ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഡയഗണൽസ് ഏതൊക്കെയാണ്? DBയും ACയും ആണ് ഇതിൻ്റെ 2 ഡയഗണൽസ് വരുന്നത്. ഇനി ഈ ഡയഗണൽസ് ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനെ 2 ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ, ഇവിടേക്ക് മുകളിലേക്ക് എഴുതാം. ചൂട് ഇവിടെ നീക്കിയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ABCD 2 ഡയഗണൽസ് ഡ്രോ ചെയ്യാം. ഓക്കെ, 2 ഡയഗണൽസ് ഡ്രോ ചെയ്തു. ഇനി ഡയഗണൽസ് ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ ABCയും ആൻഡ് ട്രയാങ്കിൾ ABC. ഓക്കെ, അതായത് ഡയഗണൽസ് വരുന്ന ഡയഗണൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 2 ട്രയാങ്കിൾസ് എടുക്കുന്നു. BD എന്നാണ് ഒരു ഡയഗണൽ വരുന്നത്, അതുപോലെ തന്നെ AC ആണ് പിന്നത്തെ ഡയഗണൽ വരുന്നത്. അപ്പോൾ BDയും ACയും വരുന്ന 2 ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു. ഓക്കെ, ഇതിൽ എന്താണ് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക്, ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയഗണൽസ് ഈക്വൽ ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. AB ഈക്വൽ ടു AB. എന്തുകൊണ്ടാണ് AB ഈക്വൽ ടു AB എന്ന് പറയുന്നത്? AB ഈക്വൽ ടു AB, അതായത് ഈ 2 ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ഒരു സൈഡാണ് AB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കോമൺ സൈഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വരുന്നത്? 2 ട്രയാങ്കിൾസ്. അപ്പൊ അതിന്റെ നമ്മൾ ഒരു സൈഡ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ADയും BCയും ഈക്വൽ ആയിരിക്കും അല്ലെ? ഈ ട്രയാങ്കിളിന്റെ ADയും ഈ ട്രയാങ്കിളിന്റെ BCയും ഈക്വൽ ആയിരിക്കും. AD ഈക്വൽ ടു BC. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ADയും ഈക്വൽ ആണ് കിട്ടി. അതായത് 2 സൈഡ്സ് ഈക്വൽ ആണ് കിട്ടി. 2 സൈഡ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ്? അതിനെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെയല്ല അതിൻ്റെത്. ഈ ട്രയാങ്കിളിലും ABയും BCയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് കൂടി നമുക്ക് എഴുതാൻ സാധിച്ചാൽ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ എഴുതാട്ടാ. ഇതിനെ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പോവാണേ സെപ്പറേറ്റ് ആയിട്ട്. ABD അല്ലേ? അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാ വരുന്നത്? ഇവിടെ വരുന്നത് ABC. ഇങ്ങനെയല്ലേ 2 ട്രയാങ്കിൾസ് വരുന്നത് അല്ലെ? ഇങ്ങനെയല്ലേ 2 ട്രയാങ്കിൾസ് വരുന്നത്? അപ്പൊ ഈ ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ B എന്ന് പറയുന്നതും ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ Aയും ആംഗിൾ Bയും എന്തായിരിക്കും? അതിന്റെ 90 ഡിഗ്രിയാണ് അതിന്റെ ആംഗിൾസ് അല്ലേ? റെക്റ്റാങ്കിളിന്റെ ആയാലും സ്ക്വയറിന്റെ ആയാലും ഒക്കെ ആംഗിളിൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ ABC ഈക്വൽ ടു 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആംഗിൾ ഓഫ് എ റെക്റ്റാങ്കിൾ. ആംഗിൾസ് ഓഫ് റെക്റ്റാങ്കിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, 2 സൈഡ്സും അതിനെ ഇൻക്ലൈൻ ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ആംഗിളും ഈക്വൽ ആകുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? തേർഡ് സൈഡും ഈക്വൽ ആയിരിക്കും, അതുപോലെ മറ്റുള്ള 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Therefore, അപ്പോൾ ABയും
എ ഡിയും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞത്. therefore ബി ഡി ഈക്വൽ ടു മറ്റേതിൻ്റെ എ ബിയും ബി സിയും ഈക്വൽ ആയിരുന്നു, ബി ഡി ഈക്വൽ ടു എ സി. എന്താണ് നമ്മൾ റീസൺ പറയുന്നത്? ആംഗിൾസ് ഇഫ് നമ്മുടെ റൂള് അതുപോലെ തന്നെ ഇത്, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ and angle made by them are equal to two sides of another triangle and angles made by them, then the third side will also be equal. Then the third side will also be equal. Okay? ഇതാണ് അതിൻ്റെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട്. അതായത് ടു ഡയഗണൽസ് ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസും ഫിനിഷായി. അടുത്ത എക്സസൈസിലേക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം. വെരി ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണ്. അത് 4-5 പ്രോബ്ലമാണ് ഉള്ളത്. അത് ഒറ്റ ക്ലാസ്സിലാണ് നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.